സാറിൻ്റെ കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റി കാര്യങ്ങൾ വരുത്താനുണ്ട്. അത് നമ്മൾ എന്തായാലും വീഡിയോസ് വരുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എക്സൽ ഫയൽ വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഓരോ എക്യുപ്മെന്റ് അനുസരിച്ച് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. സാറല്ലേ സാറ് കേരള പോലീസിൽ വർക്ക് ചെയ്യണേ, അടൂരി. അടൂർ എസ് ഐ കേട്ടോ. അപ്പൊ എന്തായാലും ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. കാര്യം വെച്ചാൽ സാറ് ഇല്ലായിരുന്നു, ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിക്കായിരുന്നു. അതുകൊണ്ടിട്ടാണ്. എന്തായാലും വിശദമായിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോസിന്റെ എല്ലാ കാര്യങ്ങളും എന്തായാലും അറിയാം. ഓക്കെ, അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടൂര് മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഏനാത്ത് സെക്ഷൻ പരിധിയിൽ വരുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അദ്ദേഹം അടൂര് എസ് ഐ ആയിട്ടുള്ള ജലാലുദ്ദീൻ സാറിന്റെ വീട്ടിലാണ് നമ്മൾ എന്നുള്ളത്. ഇവിടെ കുറച്ച് ട്രിപ്പിംഗ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കറണ്ട് കൺസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമാണ് ഇവിടുത്തെ വീഡിയോയിലുള്ളത്. എന്തായാലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കൂട്ടത്തിൽ നമ്മുടെ പത്തനംതിട്ട എന്നുള്ള ബ്രോ ഉണ്ട്, പേര് പറ. സജീഷ്. ഒരു സെക്കൻഡ്. സജീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുത്ത് ചെയ്യുന്നു. കോൺട്രാക്ട് ആണ് കേട്ടോ, വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നു. ഇത് നമ്മുടെ അനീഷ് രണ്ടുപേരുണ്ട്, അപ്പം ശ്യാമും കൂട്ടത്തിലുണ്ട്. അപ്പം ഇന്ന് 4 പേരും കൂടിയിട്ടാണ് ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവർ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റാന്നിയിൽ പോയപ്പോൾ അവിടെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണാം. മീറ്റർ ബോക്സ് മുതലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. എന്തായാലും ഇങ്ങോട്ട് വരാം. ഇവിടെ മുതൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾക്ക് വേറെ വയർ കാര്യങ്ങളാണ് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്. ഫ്യൂസിൽ വയർ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മാറ്റണം. അത് കഴിഞ്ഞ ഉള്ളിൽ RCB കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ മുതൽ ക്ലിയർ ആക്കി അങ്ങോട്ട് പോവാം. അല്ലേ? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ പ്രധാന പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മീറ്റർ ബോക്സിൻ്റെ അടിയിൽ നിന്നാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ഹോസ്കോറിൻ്റെ 2 ബ്ലൂ വയറുകൾ വന്നിട്ടുള്ളത് കാണാം. പക്ഷേ ഇതിനെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു 1.5 സ്ക്വയർ എമ്മിൻ്റെ വയറിൽ ജോയിൻ ചെയ്തിട്ടാണ് മീറ്ററിലേക്ക് ഒരു ന്യൂട്രലും അതേപോലെ തന്നെ ഫ്യൂസിലേക്ക് ഈ മഞ്ഞ വയറും കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയറുകൾ നമുക്ക് ഡയറക്റ്റ് ആക്കണം. 4 സ്ക്വയർ ഡയറക്റ്റ് മീറ്ററിലേക്ക് ആക്കേണ്ടതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഫ്യൂസ് മാറ്റണം. അപ്പോൾ എല്ലാ കേബിളുകളും നമ്മൾ ബൂട്ടിലുകൾ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. ഇനിയൊരു ലൂസ് കോൺടാക്റ്റ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജോയിൻ്റ് അടിച്ചാണ് ചെയ്യണത്. മീറ്റർ ബോക്സ് സൈഡിലൊരു ഒടിവുണ്ട്. അപ്പോൾ അത് നമ്മൾ KCB ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പരിഹരിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലെഗ് കാര്യങ്ങളൊക്കെ അടിച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ബാക്കി പരിപാടിയൊക്കെ ഓക്കെയാണ്. ചാർജ് ചെയ്തു. സപ്ലൈ വന്നാടാ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ അകത്ത് നോക്കാം. നമ്മൾ ചാലുവാണ്, ലൈറ്റ് എല്ലാം ഉണ്ടല്ലോ. ഞാൻ ടെസ്റ്റ് വാട്ടർ അടിച്ച് ട്രിപ്പായി. അപ്പോൾ RCB വർക്കിംഗ് ആണ്, അത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഓണാക്കി. നിൽക്കട്ടെ. സപ്ലൈ വന്നാ? വന്നിട്ടില്ല. ഇൻപുട്ട് കണ്ട? ഉണ്ട്. ഇൻപുട്ട് മേളിലാണ് അല്ലേ? ഔട്ടില്ല. നോബ് ഒന്ന് അനക്കി നോക്കി. ഒന്ന് വലത്തോട്ടൊന്ന് പിടിച്ചത്, ഇടത്തോട്ട് പിടിച്ച്, ഇടത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് കണ്ട? സപ്ലൈ വന്നണ്ട? അപ്പോൾ എന്താണ്? RCB ഫെയിലിയറാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ തേനീച്ച കണ്ടൊക്കെ കയറിയിട്ട് ആ മെഴുകും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് ഇത് ചേഞ്ച് ചെയ്യാണ്ട് പറ്റൂല. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് വാട്ടർ അടിക്കുമ്പോൾ ട്രിപ്പാവും, പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് ഉണ്ടാകും. അതിൻ്റെ ഒരു കാരണം കൊണ്ടിട്ടും വരാം. കോൺടാക്ട് ചിലപ്പോൾ കിട്ടേണ്ടത്, ചിലപ്പോൾ ഓണായിട്ടിരിക്കും, കോൺടാക്ട് കിട്ടില്ല, സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് നോക്കാം, മാറ്റാം. ഫ്യൂസ് ഊരിയിട്ട് ഇവിടെ നിന്ന് RCB മാറ്റി ബാക്കി പരിപാടി. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ RCB ടൈപ്പിലുള്ള 30 mA RCB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഫേസിൻ്റെ 30 mA RCB ആണ് ഇവിടത്തേക്ക് വെക്കാനായിട്ട് നമ്മളിപ്പോൾ പുതിയത് മാറ്റി വെക്കാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. തേനീച്ചയാണ് അല്ലേ? അവിടെ കാണിച്ച് അനീഷേ, ടൈറ്റ് ചെയ്യാൻ പോവില്ലേ? നമ്മുടെ പരിപാടി ഇങ്ങനെയല്ല. വീട്ടിലേക്ക് അടിക്കണം. ക്ലിയർ ചെയ്യുമ്പോൾ നമ്മളൊരു സിസ്റ്റം ക്ലിയർ ചെയ്ത് പോകുമ്പോൾ പരിപാടി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കണക്ഷൻ അടിക്കാനുള്ളതൊക്കെ കണക്ഷൻ അടിച്ചിട്ട് വേണം ബാക്കി പരിപാടി. ഓക്കെ, ആ കേബിൾ സ്ട്രൈറ്റ് ആക്കുക, കെട്ടൊക്കെ ഉള്ളത് മാറ്റിയിട്ട് ഇൻകവർ വല്ല അതേപോലെ ആക്കിയിട്ട് ലെഗ് അടിക്കാം. ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇൻപുട്ട് സൈഡിൽ അതിൻ്റെ കൃത്യം വോൾട്ടേജ് ഉണ്ടാകുന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. തിരിച്ചു. ഓക്കെ, ചെക്ക് ചെയ്തു. ഇൻപുട്ടിൽ വോൾട്ടേജ് കറക്റ്റായിട്ട് എത്ര തന്നെ ഉണ്ടെന്ന്.
ഓക്കെ 232 വോൾട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ചാർജ് ചെയ്യാം, വേണ്ടത് പ്രശ്നമില്ല. ഓക്കെ, ഒന്ന് RCB ഓണാക്കി, RCB മാത്രം ഓണാക്കിയാണ്. ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് നോക്കാം. ഓക്കെ, 232 ഉണ്ട്. ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് നോക്കി, ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് ഒന്നും കാണിക്കണില്ല അല്ലേ? ബേസായിട്ട് നോക്കി 232 ഉണ്ട്. ഇനി ലിങ്കുമായിട്ട് നോക്കാം. ഓക്കെ, ലിങ്ക് ഇനി ഞാൻ ന്യൂട്രൽ ലിങ്കും എർത്തും കൂടി നോക്കി. സീറോ ആണ്, ഒരു വോൾട്ട് പോലും അതിനകത്ത് ഇല്ല. 1 വോൾട്ട്, ഒറ്റ വോൾട്ട്. ഓക്കെ, ടെസ്റ്റ് ഓർഡർ അടിച്ച് നോക്കാം RCB വർക്കിംഗ് ആണെന്നുള്ളത്. ടെസ്റ്റ് റണ്ണിങ് ആണ്. ഓക്കെ, ഇനി ഓൺ ആക്കാം. 1 by 1 സർക്യൂട്ട് മാത്രം, ഓരോ സർക്യൂട്ട് മാത്രം പോട്ടെ. ഓക്കെ, നമ്മുടെ ഫുൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് ഇത് ഓക്കെയാണ്. ഇനി നമുക്കിപ്പോൾ ഇവിടുത്തെ ഫുൾ ലോഡ് കണ്ടീഷൻ ഓണാക്കണം. ഇനി നമുക്ക് ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാനാണ് നോക്കേണ്ടത്. ഫുൾ ലോഡ്, ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം ഓണാക്കി നോക്കണം. എത്ര മില്ലി ആംപിയർ ലീക്കേജ് നമുക്ക് അവിടെ വരുന്നുണ്ടോ നോക്കണം. ലീക്കേജ് കിലോമീറ്റർ നോക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടെങ്കിൽ IR വാല്യൂ ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, പക്ഷേ ജസ്റ്റ് IR വാല്യൂ ടെസ്റ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ RCB അടിച്ചിട്ട് എത്ര മില്ലി ആംപിയർ ട്രിപ്പിംഗ് ആണെന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം RCB അടിച്ച് നോക്കാം. ഇതിപ്പോൾ നോർമൽ ലോഡ് കണ്ടീഷൻ ആണല്ലോ. ജസ്റ്റ് ഒന്ന് RCB അടിച്ച് നോക്കാം, എന്നിട്ട് ഫുൾ ലോഡ് കണ്ടീഷനിലും RCB അടിക്കും. ലീക്കേജ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നിലവിലുള്ള ലീക്കേജ് നോക്കാം. ഫോണാണ്, ഹോൾഡ് ചെയ്തു. ടു മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ആണ് അല്ലേ? 1.8 2 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ആണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഓക്കെ, 1.9 2 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ്. ഇതിപ്പോൾ ഇതിങ്ങനെ വേരിയേഷൻ വരുത്തിയാലൊന്നും വലിയ സംഭവമൊന്നും വരില്ല, വേണ്ട. ഓക്കെ, നമുക്കൊന്ന് മീറ്റർ ആവട്ടെ ഇട്ട് നോക്കി. 1.5 മില്ലി ആംപിയർ. അതൊന്ന് ഡിഫറൻസ് വരുത്തി നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കി. മേലോട്ട് മാറ്റിക്ക്. അല്ല, ഈ ഒരു ഡിഫറൻസ് ആണ് പലരും പറയണത്. അപ്പം രണ്ടും ഇങ്ങോട്ടൊന്നാക്കി തിരിച്ച് വേണ്ട, തിരിച്ചങ്ങോട്ട്. അങ്ങനെ ആക്കിയാലും ഈ ഒരു വ്യത്യാസമുള്ളൂ, കണ്ട. അതാണ് ആ ഒരു ചെറിയ വേരിയേഷൻ അതിനകത്തുള്ളത്. പക്ഷേ രണ്ട് മീറ്ററുകളും തമ്മിൽ ആനയാടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടിൻ്റെ വിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ലീക്കേജ് ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ മീറ്റർ ഹോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് ഇട്ട് വെച്ചേക്കാം. ഏകദേശം നമുക്ക് റീഡിങ് കിട്ടും. പിന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ DBയിൽ ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാവുള്ളൂ. ഇതണ്ട, ഇപ്പോൾ ആ മീറ്ററിൻ്റെ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വന്നപ്പോൾ റീഡിങ് കറക്റ്റായി കണ്ട. അത്രയെങ്കിലും വേണം. ഈ ഇൻഡക്ഷൻ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടേ വെക്കരുത്. കാരണം മീറ്ററിൻ്റെ സൈഡിലും ഇൻഡക്ഷൻ ഉണ്ടാവും, കോയിലുള്ളതാണ്, ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ചെയ്യാവുള്ളൂ. നമ്മുടെ മീറ്ററിനെ ഓട്ടോ മോഡിലേക്ക് ഒന്ന് മാറ്റിക്കുക. ഓക്കെ, ഓട്ടോ മോഡിലേക്ക് മാറ്റി. ഇനി നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ട്രിപ്പായത് 21 മില്ലി ആംപിയറിലാണ്. 10 മില്ലി സെക്കൻഡിൽ നമുക്ക് ട്രിപ്പിംഗ് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നോക്കിയപ്പോൾ കണ്ട എത്ര മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ആയിരുന്നു? അത് 3 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് അല്ലേ? 2 to 3 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ആണ്. അപ്പോൾ 21 3 24 മില്ലി ആംപിയർ. അതായത് ലെഗ്രാൻഡിൻ്റെ RCB കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് 24 മില്ലി ആംപിയറാണ്. നമ്മൾ 30 മില്ലി ആംപിയറാണ് റേറ്റ് പറയുന്നതെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 24 മില്ലി ആംപിയറാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും ട്രിപ്പിംഗ് സംഭവിക്കുക. ന്യൂട്രൽ അടുത്തും കൊടുത്തില്ല. നമ്മളെ നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് എത്ര കിട്ടിയ? ന്യൂട്രൽ അടുത്ത് വോൾട്ടേജ് 0.1 ആണ് കിട്ടിയത്. അപ്പോൾ പലരും പറയും അത് ഹൈ ആണ്, വളരെ നല്ല വാല്യൂ ആണെന്നൊക്കെ പറയും. അതിന് വേറൊരു സാഹചര്യം കൂടി ഉണ്ട്. കാര്യം എർത്തിങ് പെർഫെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരും. എർത്തിങ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താലും ഗ്രൗണ്ടിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ആ വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ ഒന്ന് നോക്കാം. ലൂപ്പ് വാല്യൂ വോൾട്ടേജ് 232. ഓക്കെ, ടെസ്റ്റ് അടി 226 ഓംസ് ആണ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂ. നമുക്ക് മിനിമം ഒരു 10 ഓംസിൽ താഴെയും കിട്ടണ്ടേ? അപ്പോൾ ആ സ്ഥലത്താണ് ഇവിടെ അത്രയും വാല്യൂ ഉള്ളത്. അപ്പോൾ ആ വാല്യൂവിനെ എർത്തിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അത് പ്രോപ്പർ ആക്കണം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫാൾട്ട് കറണ്ട് കൂടി നോക്കാം. ഇപ്പോൾ ഈ 224 സാഹചര്യത്തിൽ എത്ര ഫാൾട്ട് കറണ്ട് സംഭവിക്കും?
ഏകദേശം ഒരു 1 ആംപിയർ അടുത്ത് വരുള്ളൂ കണ്ട. അതായത് നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് 230, മറ്റത് റെസിസ്റ്റൻസ് വാല്യൂ ഏകദേശം 230 തന്നെയാണ്. അപ്പോൾ 1 ആംപിയറിന് അടുത്തേ വരുള്ളൂ. ടെസ്റ്റിൽ കിട്ടിയില്ലേ 1 ആംപിയറിൽ കിട്ടി 1 ആംപിയർ കണ്ട. അപ്പം എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായാൽ പോലും 1 ആംപിയർ ഉണ്ടാവും, കടന്നു പോവുള്ളൂ. ഓക്കെ, അട്ടിക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസിനും എർത്തിനും ഇടയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അനലോഗ് ടൈപ്പ് കറക്കണ മീറ്ററാണ്. ഒന്ന് കറക്കി നോക്കാം. .5 അടുത്തല്ലേ. ഇത് നമ്മൾ അനലോഗ് മീറ്ററിലുള്ളൊരു ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം ഇത് പിടിച്ചേ മോനെ ശ്യാമ. ഇത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ടേ നമുക്ക് ഇതിനെങ്ങനെ കറക്കാൻ പറ്റും. ഇത് കറക്കുമ്പോഴും ഒരു ഇതിനകത്ത് റേറ്റിംഗ് പറഞ്ഞിട്ടുണ്ടാവും എത്രയാണ്, ഇത്ര RPM കറക്കണമെന്നുള്ളത്. 160 RPM കറക്കണമെന്ന് പറയും. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കാൻ പറ്റില്ല. കറക്കാനും പറ്റില്ല, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കാനും പറ്റില്ല. ഏകദേശമേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഒരു അനലോഗ് മീറ്ററുള്ള സംഭവം. ഇത് ഏകദേശം 0.5 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫേസുമായിട്ടുള്ള വാല്യൂ നോക്കാം. ഒരു MCB ഡൗട്ട്സ്. ഓക്കെ, MCB ഡൗട്ടിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അടിക്കാം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഇപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എർത്തിൽ നിന്ന് ഈ ഫെംസിന്ന് എർത്തിലേക്ക് പോകണ്ടെന്ന് അറിയാൻ പറ്റും. അടിച്ച് ഏകദേശം അത്ര തന്നെ വാല്യൂ ഉണ്ട് അല്ലേ. അടുത്തത് നോക്കാം. അത് ഇൻഫിനിറ്റി വാല്യൂ ഹൈ ആണ്. അടുത്തത് അതും ഓക്കെ ആണ് അല്ലേ. ഏകദേശം 10 മെഗാഓംസിന് മേളിലുണ്ടാവും വാല്യൂ. ഓക്കെ, 0.5 അടുത്താണ്. അപ്പോൾ ആ സർക്യൂട്ട്സിൻ്റെ സംഭവം ഓക്കെയാണ്. ഇതാണ് നമ്മൾ അനലോഗ് മീറ്ററിന് പകരം ഡിജിറ്റൽ മീറ്റർ ഉപയോഗിക്കേണ്ട കാര്യം. കാരണം നമ്മളൊരു സൈറ്റിൽ പോയി നമുക്ക് ഇങ്ങനെ കറക്റ്റ് വെക്കണം. അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് വേണം നമുക്ക് അടിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇതിൽ എർത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന എർത്തിൽ തന്നെ ബ്ലാക്ക് എർത്ത് എപ്പോഴും എർത്തിൽ കൊടുക്കുള്ളൂ കേട്ടോ. പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ, എന്താണ് അടുത്ത ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്തുള്ള കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വോൾട്ടേജ് റേഞ്ച് അറിയാം. 1 വോൾട്ടേജ് സെറ്റിലാണ് വന്നേക്കണേ. മറ്റതിൽ നമ്മൾ എത്ര വോൾട്ട് അപ്ലൈ ആയി, നമ്മൾ ആ 160 RPM കറക്കിയാൽ മാത്രമേ പോവുള്ളൂ. കറക്കിയാൽ മാത്രമേ കറക്റ്റ് 500 വോൾട്ട് അപ്ലൈ ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് 100 വോൾട്ട് 250 വോൾട്ട് 500 1000 വോൾട്ട് വരെ അടിക്കാം. അപ്പോൾ നമ്മൾ 100 വോൾട്ട് വേണം അടിച്ച് നോക്കാം, 250 വോൾട്ട് അടിക്കാം, 500 അടിക്കാം. നോർമൽ ഒരു വയറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 500 വോൾട്ട് അടിക്കണം. പക്ഷേ നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്താലും നമ്മൾ ആദ്യം ഒന്ന് 250 അടിച്ച് നോക്കുക വാല്യൂസ്. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം കിട്ടും 0.26 മെഗാസ്. നമുക്ക് അവിടെ കിട്ടിയ 3.5. നമ്മൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള 160 RPM അടിച്ചാൽ ഈ 0.26 കിട്ടും. ഓക്കെ, നമുക്കിനി 500 വോൾട്ടിൽ നിന്ന് അപ്ലൈ നോക്കാം. 0.31 500 വോൾട്ടിൽ 0.32 ഉണ്ട്. 356 വോൾട്ട്. അത് വേറൊരു കേസാണ്. അത് നമ്മുടെ ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയേണ്ട. അത് വേറൊരു രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.3 അല്ലേ. അതൊന്നും നമുക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ളത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം. നമുക്ക് ഇപ്പോൾ അനലോഗും ഡിജിറ്റലും തമ്മിൽ നമുക്ക് കൈകാര്യം ചെയ്യാനും റീഡിങ്സിൽ എളുപ്പവുമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കാര്യം. നമുക്ക് മറ്റേത് 160 കൃത്യം RPM വേണം. RPM ഉണ്ടെങ്കിലേ നമ്മൾ ഈ പറഞ്ഞ റീഡിങ് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വാല്യൂ ഹൈ ആയിട്ട് കാണിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ എക്യുപ്മെൻറ്റ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ വാട്ടേജ് കാര്യങ്ങൾ നോക്കണം. നിലവിൽ ഇപ്പോൾ 48 വാട്ട് ഉണ്ട്, ലൈറ്റൊക്കെ ഓണല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി കൺസപ്ഷൻ്റെ സംഭവം എടുക്കണ്ടേ. 54 വാട്ട് ഉണ്ട്. കൃത്യമായിട്ട് ഓരോ ഉപകരണങ്ങളും എടുക്കണം, അതിൻ്റെ കൃത്യം വാട്ടേജ് കാര്യങ്ങൾ എടുക്കണം. അതിൻ്റെ റണ്ണിങ് അവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓവനാ ആ 1520 ആ 1539. ഒന്നുകൂടി കേട്ടോ, നിൽക്കട്ടെ.
ഓക്കെ, ഓഫ് ചെയ്തു. ആ, ഏകദേശം ഒരു 450-600 വാട്ടൊക്കെ വരും ചിലവ്. ആ, കുഴപ്പമില്ല, വലിയ പവറൊന്നുമല്ല. 100 വാട്ടേ ഉള്ളൂ, 114 വാട്ട്. നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് അത്യാവശ്യം. ചിലതൊക്കെ ചിലപ്പോൾ 400-450 ആയിരിക്കും. ആ, ഇവിടുത്തെ ട്രിപ്പിംഗ് സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ ഓരോ എക്യുപ്മെൻറ്റേയും വാട്ടേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബാക്കി ഉള്ള പരിപാടികളൊക്കെ നമ്മുടെ കൂട്ടുകാർ തീർക്കുവാണ്. എന്തായാലും നമുക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ എടുത്തുകൊണ്ട് എത്രയാണ് നമ്മുടെ യൂണിറ്റ് വരിക എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എടുക്കണം. അതേപോലെ തന്നെ എ സിയുടെ വർക്കിംഗ്, അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റാണോ, അതേപോലെ റൂമിലെ ഓരോ കോർണറിലെയും കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ എത്രയാണ്, ഇതൊക്കെ അനലൈസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ എടുക്കാൻ പറ്റും ഒരു എ സിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതും എ സി പെക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എ സി കാര്യങ്ങളൊക്കെയാണ്. ടെമ്പറേച്ചർ നമുക്ക് കോർണർ ടു കോർണർ നോക്കി കഴിഞ്ഞാൽ അറിയാം 27 ഏകദേശം 26 സെറ്റ് ചെയ്യുമ്പോഴുള്ള വാല്യൂസാണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രിൽ ടെമ്പറേച്ചർ 21 നിലവിൽ ഔട്ട്പുട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു 40% നിലവിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ഇൻവെർട്ടർ ടൈപ്പ് എ സിയാണ്. എന്തായാലും നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മീറ്ററുകൾ പലരും കാണുമ്പോൾ ചോദിക്കും ഇത്രയധികം മീറ്ററുകൾ എന്തിനാണെന്നുള്ളത്. നമുക്ക് ഓരോ ആവശ്യത്തിനും അതിൻ്റേതായിട്ടുള്ള മീറ്ററുകൾ കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വിശദാംശങ്ങൾ നൽകിയതിന് ശേഷം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. കാരണം വെച്ചാൽ സാറ് ഇല്ലായിരുന്നു, ഒരു മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിക്കായിരുന്നു. അതുകൊണ്ടിട്ടാണ്. എന്തായാലും വിശദമായിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തായാലും അറിയണേ. ഓക്കെ, പോ.